ഹലോ, വെൽക്കം ബാക്ക്. ചക്കമുറുക്ക് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? അതിനൊരു പ്രത്യേക കളറും രുചിയുമാണ്. കഴിച്ചിട്ടില്ലെങ്കിൽ ചക്ക സുലഭമായി കിട്ടുന്ന കാലഘട്ടത്തിലൊന്നും ഉണ്ടാക്കി നോക്കണേ. വെൽക്കം ബാക്ക് ടു റീനാസ് ടേസ്റ്റ് റെസിപ്പീസ്. ഇതിനാവശ്യമായത് കുറച്ച് ചക്കയാണ്. പച്ച ചക്കയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു 200 ഗ്രാം പച്ചച്ചക്ക ക്ലീൻ ചെയ്ത് കുരുവെല്ലാം കളഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് പതുക്കെ ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കുക. പിന്നീട് നമുക്ക് അരയ്ക്കാനാണ്, അതുകൊണ്ട് അത്യാവശ്യം നന്നായി വെന്ത് കിട്ടണം. വെന്ത് കഴിഞ്ഞാൽ എടുത്ത് മാറ്റി വെച്ച് ചൂടാറ്റുക. ചൂടാറി കഴിഞ്ഞ ചക്ക പീസസ് നമുക്കൊരു മിക്സിയുടെ ബൗളിലോട്ട് പകർത്താം. കൂടെ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായി അരച്ചെടുത്ത മിക്സാണിത്. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, കൂടെ തന്നെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് വേണ്ടത് സ്വല്പം ജീരകം, ഒരു നുള്ളി ജീരകം, ഇതിനാവശ്യമായ ഉലുവപ്പൊടി, സ്വല്പം കായപ്പൊടി, എല്ലാം 1/2 ടീസ്പൂൺ വെച്ച് മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഭംഗിക്ക് വേണ്ടി കുറച്ച് കറുത്ത എള്ളും ഇട്ടിട്ടുണ്ട്. എല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇത് നന്നായി ഇളക്കി യോജിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഈ കൂട്ട് സേവനാഴിയിലോട്ട് കിടക്കാവുന്ന പരുവത്തിലാക്കാൻ വേണ്ടി അരിപ്പൊടി, ഏകദേശം 1 കപ്പോളം അരിപ്പൊടി വേണ്ടി വരും. ചിലപ്പോൾ അതിൽ കൂടുതലാവും. അത് ചക്കയുടെ വെള്ളത്തിനനുസരിച്ച് മാറിയിരിക്കും. അരിപ്പൊടി ചേർത്ത് നന്നായി ഇളക്കി നല്ല കട്ടി പാകത്തിലാക്കുക. അരിപ്പൊടിയുടെ അളവ് ഞാൻ പറയുന്നില്ല, അത് ചക്കയുടെ അനുസരിച്ച് വ്യത്യാസപ്പെടുന്നുണ്ട്. അത് കൈമയൊന്നും ഒട്ടാത്ത വിധത്തിൽ നമ്മൾ ഇടിയപ്പത്തിന് എങ്ങനെ കുഴക്കുന്നു അതുപോലെ കുഴച്ച് ഭംഗിയാക്കി എടുത്ത് നമുക്ക് വട ഷേപ്പായും ഷേപ്പില്ലാതെയും ഒക്കെ നമുക്ക് വറുത്തെടുക്കാവുന്നതാണ്. അങ്ങനെ അരിപ്പൊടി കൊണ്ട് മുറുക്ക് കഴിച്ച് മടുത്തവർക്ക് സ്വല്പം ചക്കയും കൂടി ചേർത്ത് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഒരു വ്യത്യസ്തമായ രുചിയിൽ നമുക്ക് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. കുട്ടികൾക്ക് 4 മണി പലഹാരമായൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ എളുപ്പമാണ്. അത് സേവനാഴിയിലിട്ട് തിളച്ച എണ്ണയിലോട്ട് ഷേപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചുറ്റിച്ചിടാം. അതല്ലെങ്കിൽ അല്ലാതെയും ഇട്ട് നമുക്ക് വറുത്തെടുക്കാവുന്നതാണ്. അങ്ങനെ നല്ല മൊരു എന്നുള്ള ചക്കവട റെഡിയായിട്ടുണ്ട്. 4 മണിക്കെല്ലാം സ്നാക്കാക്കി ഉപയോഗിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പിയാണ്. നല്ല കിലുകിലു ആയിട്ട് നമുക്ക് വറുത്തെടുക്കാൻ പറ്റും. നല്ല ഡാർക്ക് ബ്രൗൺ നിറമായിട്ടാണ് ഇത് കിട്ടുന്നത്. അങ്ങനെ ഒരു വ്യത്യസ്തമായ രുചിയിലായിട്ടുള്ള ചക്ക മുറുക്ക് റെഡിയായിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ഡിഷാണ്. ഇഷ്ടപ്പെടുന്നവരെല്ലാം ട്രൈ ചെയ്യുവാനും ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.